കാരണം ഇമ്മാതിരി ഞരമ്പ് രോഗിയായിട്ടുള്ളൊരു പെണ്ണ് കാണിച്ച തോന്നിവാസം കൊണ്ട് യഥാർത്ഥ ഞരമ്പ് രോഗികളായിട്ടുള്ള ആണുങ്ങളും കൂടെ രക്ഷപ്പെടും. സവാദ് പക്ഷേ കളിച്ച തോന്നിയാസമല്ലേ. ഈ ചെറുപ്പക്കാരൻ നിരപരാധിയാണെന്നുള്ള കാര്യത്തിൽ ആ വീഡിയോ കണ്ട ഏതൊരാൾക്കും സംശയമില്ല. അതിൻ്റെ പിന്നിലുള്ള ലഹരി മരുന്ന് കടത്തുമായിട്ട് ഈ സ്ത്രീക്ക് ബന്ധമുണ്ടോ, ഇവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്, ഇവരുടെ ഭർത്താവിനുള്ള ജോലി എന്താണ്, ആ ജോലിയിൽ കിട്ടുന്ന പരമാവധി ശമ്പളം എന്താണെന്നുള്ളത് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് കൺഫേം ചെയ്യണം. അവൾ തന്നെ കൊണ്ടുപോയിട്ട് പുറകെ കൊണ്ടുപോയി കൊള്ളിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതായത് പ്രലോഭിപ്പിക്കാൻ, ടെംപ്റ്റേറ്റ് ചെയ്യാൻ നോക്കി. ടെംപ്റ്റേറ്റ് ചെയ്തപ്പോൾ ഇവൻ അതിന് മാറി നിന്നു. അപ്പോൾ ഇവനിട്ട് പണി കൊടുത്തു, അത്രയേ ഉള്ളൂ. ഫുൾ വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവളെ യഥാർത്ഥ രൂപം പുറത്തേക്ക് വരും. ഇവള് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തേക്കുള്ള മാത്രം പാസിൽ പോകുന്നൊരു ബസ്സിനകത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ ഇവളെന്തിനവിടെ പോയി എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ഇതുവരെ ചർച്ച പോയിട്ടില്ല. ഇതുവരെ ആരും ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുമില്ല. മയക്കുമരുന്ന് ശൃംഖലയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വിശ്വാമിത്രൻ്റെ കഥ തന്നെ നമുക്കറിയാമല്ലോ, പ്രലോഭിപ്പിക്കാൻ നോക്കിയത്. അപ്പോൾ അത് തൊട്ടിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആണിനെ പ്രലോഭിപ്പിക്കാൻ നോക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ മനഃപൂർവ്വമുള്ള ഒരു തൊടലുണ്ടായാൽ, ഒരു സ്പർശനമുണ്ടായാൽ, ഒരു ബാഡ് ടച്ച് ഉണ്ടായാൽ മുഖത്ത് ആ ഇറിറ്റേഷൻ വളരെ വ്യക്തമാവും. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം മുഖം അതിനകത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. രാജൻ ഭായ്, ഷിംജിത മുസ്തഫ ഇന്നിപ്പം അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ദുരൂഹതകൾ ഇവരിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. റിമാൻഡൊക്കെ ചെയ്തു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാക്കിയിട്ടാണ് ഈ അറസ്റ്റ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ദീപകിൻ്റെ മരണം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തേക്ക് വരാനായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് പറയുമ്പം പിന്നെ 2-3 ആംഗിളിൽ വിഷയത്തെ കാണേണ്ടതുണ്ട്. ഒന്ന്, ഇവള് വടകരക്കാരിയാണ്, അരീക്കോട്ട് കല്യാണം കഴിപ്പിച്ചവളാണ് ഷിംജിത മുസ്തഫ. ഇവള് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തേക്കുള്ള മാത്രം പാസിൽ പോകുന്നൊരു ബസ്സിനകത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ചെറുപ്പക്കാരൻ ആ ബസ്സിലുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജോലി അതാണ്. അവന് ടെക്സ്റ്റൈൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം അവർ യാത്ര ചെയ്യാറുണ്ട്. അവൻ്റെ ചില കൊളീഗ്സ് തന്നെ പറഞ്ഞിട്ട് അവർ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരുമിച്ച് റൂം എടുത്ത് അവിടെ നിൽക്കും. അങ്ങനെ പോകുന്നതിൻ്റെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർഡർ പിടിക്കുന്നതുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഉള്ള ഹോൾസെയിൽ ടെക്സ്റ്റൈൽ ബിസിനസ്സും കൂടിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നു. പക്ഷേ ഇവളെന്തിനവിടെ പോയി എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ഇതുവരെ ചർച്ച പോയിട്ടില്ല. ഇതുവരെ ആരും ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുമില്ല. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചിലപ്പോൾ ആ വഴിക്ക് പോകുന്നുണ്ടായിരിക്കും. അവരിപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു പറയത്തില്ല. കാരണം മാധ്യമങ്ങൾ ഇതുവരെ അന്വേഷിച്ച് പോകാത്തൊരു വഴിയിലേക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ അങ്ങോട്ട് പോയിട്ട് പോലീസ് വിവരങ്ങളൊന്നും കൊടുക്കാൻ നിൽക്കത്തില്ല. തീർച്ചയായിട്ടും അവർ ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തു വിടുകയുള്ളൂ. വടകരക്കാരിയായ ഇവൾക്ക് പയ്യന്നൂർ പോകാൻ പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല. അവൾ പയ്യന്നൂരല്ല അമേരിക്കയിൽ പോകുന്നത് നമ്മുടെ വിഷയമൊന്നുമല്ല. പക്ഷേ പയ്യന്നൂരിൽ ഇവളിപ്പോൾ പോകുന്ന വഴിക്കുള്ള ആ ഭാഗത്ത്, ആ ബസ് പോകുന്ന വഴിക്കുള്ള ഭാഗത്ത് സമീപകാലത്ത് ഒരു സ്ത്രീ മയക്കുമരുന്ന് കേസുമായിട്ട് വലിയ പ്രശ്നത്തിലൊക്കെ പെട്ടിരുന്നു. ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ വരുന്ന ഒരാൾക്ക് മയക്കുമരുന്ന് ശൃംഖലയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഇവളുടെ വിദേശയാത്രകളുടെ എണ്ണം എടുക്കുകയും അതിനുള്ള ജോലി ഇവളുടെ ഹസ്ബൻഡുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഇവർക്ക് അവിടെ ജോലി ഇല്ല എന്നുള്ള ഉറപ്പായല്ലോ. അവർക്ക് അവിടെ ഇവിടെ ആയിട്ട് കറങ്ങി നടക്കുന്നതല്ലേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കരിയറാണോ, അങ്ങനെ എന്തെങ്കിലും ദുരൂഹമായ എന്തെങ്കിലും ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നുണ്ടോ, ഇവിടെ ഇതിൻ്റെ എന്തെങ്കിലും ഇടപാടുകൾ നടക്കുന്നുണ്ടോ. കാരണം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന പല ആളുകളും ഇത്തരം പല മാർഗ്ഗങ്ങളും ഉപയോഗിക്കാറുണ്ട്. വളരെ കൃത്യമായി ഭയങ്കര ഇമേജൊക്കെ ഉണ്ടാക്കി നിൽക്കും. പക്ഷേ ഒന്നിനും മടിയില്ലാത്ത ഒരാളാണെന്നുള്ളത് വളരെ കൃത്യമാണ്. അത് ആ ഒരു കാര്യത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ പോകുന്നുണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സമൂഹം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അവർക്ക് എന്താണ്, പൂച്ചയ്ക്ക് എന്താ പൊന്നിരിക്കുന്നിടത്ത് കാര്യം, അവർക്ക് എന്താണ് പയ്യന്നൂരിൽ കാര്യമുണ്ടായിരുന്നത്. ആ പയ്യന്നൂർ യാത്ര ദുരൂഹമാണ്. ആ ദുരൂഹതയെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. കാരണം അവിടെ ഇങ്ങനൊരു കേസ് നിലനിൽക്കുകയും കൂടെ ചെയ്യുകയാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഞരമ്പ് രോഗികൾ എന്ന് പൊതുവെ പറയുന്നത് ആണുങ്ങളെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞരമ്പ് രോഗികളായ സ്ത്രീകളുണ്ട്. ലിംഫോമാനിയാക്ക് എന്നൊക്കെ നമ്മൾ പ്രയോഗം വരുന്നത് അതുകൊണ്ടാണ് വരുന്നത്. അത് ടെർമിനോളജിയാണ് അത് സെക്സിനകത്തെ. ഞരമ്പ് രോഗികളായ ആണുങ്ങളുള്ളതുപോലെ തന്നെ ബസ്സിൽ ഈ പെണ്ണുങ്ങളെ തൊണ്ടാനും പിടിക്കാനും പോകുന്ന ആണുങ്ങളുള്ളതുപോലെ തന്നെ ആണിനെ പ്രലോഭിപ്പിക്കാൻ നോക്കുന്നത്. വിശ്വാമിത്രൻ്റെ കഥ തന്നെ നമുക്കറിയാമല്ലോ, പ്രലോഭിപ്പിക്കാൻ നോക്കിയത്. അപ്പോൾ അത് തൊട്ടിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആണിനെ പ്രലോഭിപ്പിക്കാൻ നോക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ രണ്ടു കൂട്ടരിലും ഉണ്ട് ഈ സ്വഭാവം. പ്രലോഭിപ്പിക്കുക മാത്രമല്ല, കെണിപ്പെടുത്തുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ ബൈബിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ബൈബിളിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പം ബൈബിളിൻ്റെയും എനിക്കൊന്ന് സമാനമായിട്ടുള്ള ചരിത്രം ഖുറാനകത്തുണ്ട്. ഞാൻ സൺഡേ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം ബൈബിളിലെ കഥകളൊക്കെ നമുക്കറിയാം. അപ്പം ബൈബിളിലെ വേണ്ടതും വേണ്ടാത്തതും അറിയാം. വേണ്ടത് സ്വീകരിച്ചിട്ടുണ്ട്, വേണ്ടാത്തത് തള്ളിക്കളഞ്ഞു. അപ്പം അബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്ക്, അതേസമയം ഖുറാനിലെത്തുമ്പോൾ അത് ഇസ്മായിലാണ്. ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബിൻ്റെ മകൻ യോസേഫിൻ്റെ കഥ എടുത്താൽ മതി. യോസേഫിൻ്റെ സഹോദരങ്ങൾ, യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളാണ് യോസേഫ്. യോസേഫിൻ്റെ സഹോദരങ്ങൾ തന്നെ അവനോട് അസൂയ കൂടിയിട്ട് അവനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവനെ മരുഭൂമി കൊണ്ടുപോയി കൊല്ലാൻ നേരത്ത് അവർക്കൊരു അരുളപ്പാടുണ്ടാവുന്നതിനെ കൊല്ലരുത്, അവനെ അവിടെ ഒരു കുഴിയിലിട്ടാൽ മതിയെന്ന്.
ആ സമയത്താണ് അവിടെ മറ്റൊരാൾ വരികയും അവർക്ക് മിഥ്യാനിയ കച്ചവടക്കാരനായിട്ടുള്ള ഒരാൾ വരികയും അപ്പോൾ അയാൾക്ക് ഇവനെ വിൽക്കുകയാണ് ചെയ്യുന്നത് 20 വെള്ളിക്കാച്ചിനാണ്. യേശുക്രിസ്തുവിനെ 30 വെള്ളിക്കാച്ചിന് ഒറ്റിക്കൊടുത്ത കേസ് പോലെ തന്നെയാണിത്. 20 വെള്ളിക്കാച്ചിന് സ്വന്തം സഹോദരന്മാർ യോസേഫിനെ ഇയാൾക്ക് വിൽക്കുകയാണ്. ഇയാൾ ഇവനെ ഫറവോൻ എന്ന് അവിടുത്തെ പിന്നെ അന്നത്തെ അവിടുത്തെ രാജാവായിട്ടുള്ള ഫറവോൻ്റെ അകമ്പടി നായകനായിട്ടുള്ള പോത്തീഫറിന് വിറ്റു. അങ്ങനെ ഇവൻ മിസ്രൈമ്യനായിട്ടുള്ള പോത്തീഫറിൻ്റെ അടിമയായിട്ട് മാറുന്നു. അയാളുടെ വീട്ടിൽ വിശ്വസ്തനുമായി പോത്തീഫറിൻ്റെ. അങ്ങനെ പോത്തീഫർ അവനെ വീടിൻ്റെ കാര്യസ്ഥൻ, ഗൃഹവിചാരകൻ എന്ന ബിബ്ലിക്കൽ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാര്യസ്ഥൻ. എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെയാണ് ഇയാൾ പോയത്. പക്ഷേ ഈ യോസേഫ് കാണാൻ വളരെ സുന്ദരനായിരുന്നു, യുവാവാണ്, ഒക്കെയാണ്. അങ്ങനെ ഈ പോത്തീഫറിൻ്റെ ഭാര്യ യോസേഫിനോട് ഒരു താല്പര്യം തോന്നുകയാണ്, ഒരു കാമം തോന്നുകയാണ്. അങ്ങനെ ഇവർ, അതായത് പ്രണയമല്ല, കാമമാണ്. അവനെ കാമാസക്തിയോട് കൂടിയിട്ട് ഇവൻ്റെ അടുത്ത് പെരുമാറിയപ്പം യോസേഫ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കാരണം അവൻ്റെ പിന്നെ ഒരു ദൈവതുല്യനായി കാണുന്ന മുതലാളിയുടെ ഭാര്യയാണ്. ഇവനതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞപ്പോൾ ഈ പോത്തിഫറിൻ്റെ ഭാര്യ നേരെ എന്ത് ചെയ്തു, മോശമായിട്ട് എന്നോട് പെരുമാറി, അപമര്യാദയായിട്ട് എന്നോട് പെരുമാറി, ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തു എന്നുള്ള രീതിയിൽ പറയുകയും വാദി പ്രതിയാവുകയും അങ്ങനെ ഇവൻ കാരാഗ്രഹത്തിലാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട് ഈ യോസേഫിൻ്റെ കഥ. ഇത് ബൈബിളിനകത്ത് കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പം ഇതേപോലെയുള്ള സംഭവങ്ങൾ പലപ്പോഴും ഉണ്ട്. ഈ പെണ്ണ് തന്നെ ഇതിനകത്ത്, ഈ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമാണ്. അവൻ്റെ കയ്യിൽ അങ്ങോട്ട് പോയിട്ട് മുട്ടിക്കുക, കൈമുട്ടിൽ. ഇവൻ പിന്നീട് മാറുന്നുണ്ട് അവിടെ നിന്ന്. അപ്പം മാറുമ്പം ഒന്നുകിൽ ഇവൾ ഞരമ്പ് രോഗിയാണ്, അവൾ കാണാൻ സുന്ദരിയാണ്, അപ്പം പുരുഷന് പെട്ടെന്ന് ഒരു സ്പർശനത്തിൽ തന്നെ പിന്നെ ഒരു മൂഡ് വരും. അപ്പം തിരിച്ച് ഇവൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു കരപരിലാളന അവൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് എന്നാൽ അവനൊരു പണി കൊടുക്കാമെന്നുള്ള കരുതിയുണ്ടായി. സമാനമായൊരു കഥ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം എന്ന കഥയിൽ പറയുന്നുണ്ട്. ജന്മദിനം എന്ന കഥയിൽ വൈക്കം മുഹമ്മദ് ബഷീർ വിശന്ന് കിടക്കുക, പിന്നെ അവസാനം കൂട്ടുകാരൻ്റെ ഭക്ഷണം മോഷ്ടിച്ചൊരു കഥയാണ് ജന്മദിനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ കഥയ്ക്കകത്ത് പറയുന്നത്, ഇയാൾ വിശന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് സുന്ദരിയായ ഒരു സ്ത്രീ വരികയാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ വിഷക്കാരി അങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടി വരികയാണ്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇങ്ങനെ വന്ന സമയത്ത് ബഷീറിനെ പ്രലോഭിപ്പിക്കാൻ നോക്കുക പൈസ കിട്ടാൻ. ബഷീറിൻ്റെ അടുത്ത് 5 പൈസ ഇല്ല, ഉണ്ടെങ്കിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുന്ന ബഷീറിൻ്റെ അടുത്ത് ഇവരുടെ നിറഞ്ഞ മാറിടം വാതിൽപ്പടിയിൽ കൊള്ളിച്ചുകൊണ്ട് നിന്നു എന്നുള്ള അങ്ങനെ നിന്ന് പ്രലോഭിപ്പിക്കുകയാണ്. അപ്പം അതിനകത്ത് തരുന്ന, ആ കഥയ്ക്കകത്ത് തരുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, വയറ് കത്തി വിശന്നിരിക്കുമ്പോൾ ഇയാൾക്ക് എന്ത് കാമം തോന്നാനാ എന്നുള്ള സംഭവമുണ്ട്. അപ്പം ഇതിനകത്ത് ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം ഷിംജിത മുസ്തഫ കഴിഞ്ഞ ദിവസം വരെ ചുമ്മാ ഒരു ഷാളൊക്കെ തലയിലിട്ട് ഇടയ്ക്ക് അതും ഇല്ലാതെ ഫുള്ള് കളർ ചെയ്ത മുടിയൊക്കെ കാണിച്ച് നിന്നവള് ഇന്ന് ചാക്ക് മുടിയാണ് വന്നേക്കുന്നത്. ഈ ചാക്കെന്ന് പറയുന്ന സാധനം എടുത്തു കളയണം. നമ്മൾ കർണാടകയിലെ ഹിജാബ് സമരം എന്നൊക്കെ പറയുമ്പോഴും ചാക്കെന്ന് പറയുന്നത് ഐഡന്റിറ്റി മറയ്ക്കുന്നതാണ്. തലയിൽ തട്ടുവിടുന്നതിന് കുഴപ്പമില്ല, തലയിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ, അത് വിശ്വാസപ്രകാരം ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. പള്ളിക്കകത്ത് പിന്നെ സാരി കൊണ്ടെങ്കിലും മറയ്ക്കണം എന്നുള്ളത്. ശിരോവസ്ത്രത്തിന് വേണ്ടിയിട്ടല്ലേ ഒരു സമരം നടത്തുന്നത്. കണ്ണ് മാത്രം പുറത്ത് കാണിക്കുന്ന ഒരു സാധനമാണ് ഇന്നിപ്പോൾ അവിടെ ഇട്ടിരിക്കുന്നത്, ഐഡന്റിറ്റി മറയ്ക്കാനുള്ളതായത്. ഇപ്പം ഗൾഫിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പല ഈ അറബി പെണ്ണുങ്ങളും ഡ്രൈവറുടെ കൂടെ ഷോപ്പിംഗ് മാളിൽ പോകും. ഡ്രൈവറോട് പറയും അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. ഷോപ്പിംഗ് മാളിനകത്തോട്ട് കയറുന്ന പോലെ കയറിയിട്ട് അപ്പുറത്ത് വേറെ ഒരുത്തും കാത്തു നിൽപ്പുണ്ടായിരിക്കും, അവൻ്റെ കാറിൽ കയറി പോകും. സ്വന്തം ഭർത്താവിന് തന്നെ ഭാര്യ അപ്പുറത്ത് നിന്നാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല, കാരണം വേറൊരുത്തൻ്റെ കൂടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ ഈ കണ്ണ് മാത്രമേ ഉള്ളൂ, അതൊരു കൂളിംഗ് ഗ്ലാസ് കൂടെ വെച്ച് കഴിഞ്ഞാൽ അതും കാണത്തില്ല. ഇല്ലെങ്കിൽ കണ്ണ് കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ പലപ്പോഴും ഇത്തരം നേർവഴിക്കല്ലാതെയുള്ള നടപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരപുരുഷ സംഗമത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ചാക്കിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എനിക്കറിയാവുന്നതാണ്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് വഴിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. വഴിക്കടവ് എന്ന് മുണ്ട എന്ന് പറയും. അതിലെ പോകുന്ന ബസ് ജീവനക്കാർ പറയുന്നതാണ്, ഈ കുട്ടികളെല്ലാം കണ്ണ് മാത്രമേ പുറത്തുള്ളൂ, ചാക്കുമൂടിയാണ് വരുന്നത്. അവിടുത്തെ യൂണിഫോം കോഡതാണ്. ഈ പിള്ളേർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നേരെ പുറകിൽ, എല്ലാ കുട്ടികളും എല്ലാം പറയുന്നത്, ജനറലൈസ് ചെയ്യല്ല, ഈ എല്ലാവരും ഈ വസ്ത്രം ഇടുന്നത് അതിനാണെന്നും ഞാൻ പറയുന്നില്ല, ചിലർ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാവും. പക്ഷേ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ വസ്ത്രം നിരോധിക്കുകയാണ് വേണ്ടത്. ഈ കണ്ണ് മാത്രം കാണുന്ന ഒരു വസ്ത്രം നിരോധിക്കുകയാണ് വേണ്ടത്. കാരണം അങ്ങനെയുള്ളവർ പല രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പോകുന്നുണ്ട്. മാത്രമല്ല, പുരുഷന്മാർ വേഷം കിട്ടി ചെന്നാലും പ്രശ്നമല്ലേ. ഇപ്പം ലുലു മാളിൽ നിന്ന് സ്ത്രീകളുടെ ടോയ്ലറ്റിൽ കയറിയിട്ട് പിടിച്ചത് ഒരു പുരുഷനെയാണ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇവള് പിന്നെ ഈ ചാക്കം മൂടി, അതായത് ഇന്നലെ വരെ മുടിയും കളറി ഏൽപ്പിച്ച്, അത് മാത്രമല്ല അവൾ തന്നെ കൊണ്ടുപോയിട്ട് പുറകെ കൊണ്ടുപോയി കൊള്ളിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതായത് പ്രലോഭിപ്പിക്കാൻ, ടെംപ്റ്റേറ്റ് ചെയ്യാൻ നോക്കി. ടെംപ്റ്റേറ്റ് ചെയ്തപ്പോൾ ഇവൻ അതിന് മാറി നിന്നു. അപ്പോൾ ഇവനിട്ട് പണി കൊടുത്തു, അത്രയേ ഉള്ളൂ. ഫുൾ വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവളെ യഥാർത്ഥ രൂപം പുറത്തേക്ക് വരും. അതുമല്ല, ഇതാ എന്നെ ഒരാൾ എൻ്റെ മാറിടത്തിൽ സ്പർശിക്കുമ്പോൾ ഒരു പെണ്ണിനെ മാലികൾ അവിടെ നിന്നല്ലേ പറയുക,
അപ്പോൾ ഇവൾ ചിരിച്ചുകൊണ്ടാണ് പോസ് ചെയ്യുന്നത്. ഫോട്ടോഷൂട്ട് നടത്തുന്ന പോലെയാണ് അവൾ ആ വീഡിയോ എടുക്കുന്നത്. അവളെ മുഖത്തൊരു ഇറിറ്റേഷൻ ഇല്ല. ഒരാളുടെ ഇഷ്ടമില്ലാത്ത പിന്നെ മനഃപൂർവ്വമുള്ള ഒരു തുടലുണ്ടായാൽ, ഒരു സ്പർശനമുണ്ടായാൽ, ഒരു ബാഡ് ടച്ച് ഉണ്ടായാൽ മുഖത്ത് ആ ഇറിറ്റേഷൻ വളരെ വ്യക്തമാവും. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം മുഖം അതിനകത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഈ അയാളെ കാണിക്കുകയും അയാളുടെ ചെയ്തികൾ കാണിക്കുകയും ചെയ്താൽ മതി. അപ്പോൾ അയാളുടെ ചെയ്തികൾ കാണിക്കലല്ല, ഞാനും കൂടെ മാർക്കറ്റ് ചെയ്യപ്പെടണം. പക്ഷേ ഇത് നേരെ തിരിച്ചടിച്ചു എന്നുള്ളതാണ്, ബൂമറാങ് പോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം കൊച്ചിയിൽ തന്നെ ആലോചിച്ച് നോക്കും സിബി, മാസ്ക് എന്ന് പറയുന്ന സാധനം കൊറോണ വൈറസ് കാലത്ത് ഉണ്ടായതാണ്. അത് കഴിഞ്ഞിട്ട് കൊറോണയും കഴിഞ്ഞിട്ട് കൊല്ലം കുറേയായി. പിന്നെ കൊറോണ വൈറസ് എല്ലാം ചത്തുപോയി. കോവിഡിൻ്റെ ഇപ്പോൾ വർത്തമാനവും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ വാക്സിന് എടുത്തവരും ഇല്ല, എടുക്കാത്തവരും ഇല്ല. ആരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. നാളെ അത് വരത്തില്ല എന്നൊന്നും പറയുന്നില്ല. ഇപ്പോഴും മാസ്ക് ഇട്ടുന്നില്ല നടക്കുന്ന പലരും ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ആളുകളുടെ മുമ്പിൽ അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സിബി ഒന്ന് പിന്നെ ആ കാക്കനാട് ഭാഗത്തോ അല്ലെങ്കിൽ ഇൻഫോ പാർക്കിൽ പോകുന്ന വഴിക്കോ അതല്ലെങ്കിൽ 24 hours തുറക്കുന്ന തട്ടുകടകളുടെ അടുത്തുള്ള ഇരുട്ടിൻ്റെ ഭാഗങ്ങളിലോ പൈപ്പ് ലൈൻ റോഡിലോ ഒന്ന് സഞ്ചരിച്ചാൽ മതി. ഞാൻ അതിലൊക്കെ പോയിട്ടുള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് കപ്പിളായിട്ട് നിൽക്കും. ഈ പെൺപിള്ളേർ മാസ്ക് ഇട്ട് കാണും, ആൺപിള്ളേരും മാസ്ക് ഇട്ട് കാണും. പെൺപിള്ളേർ കൂടുതലും മാസ്ക് ഇടും. മാസ്ക് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൈ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെയാണ് നിൽക്കുന്നത്. നമ്മളൊക്കെ ഇത് ഒരുപാട് കണ്ടതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. പക്ഷേ പിന്നെ എന്താ ചെയ്യുക, ഇപ്പം ഇവർ മാസ്ക് ഇടാതെ നിൽക്കാനും പറ്റത്തില്ല. ഏതെങ്കിലും അടുത്ത മൊബൈലിൽ എടുത്തു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തപ്പെട്ടു പോയി. പക്ഷേ അതുകൊണ്ട് ഇതൊക്കെ ഇനി മാസ്ക് ഇട്ട് പോലും ഇപ്പോഴത്തെ സമയത്ത് മാസ്ക് ഇട്ട് നടക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യട്ടെ, അവരെ കയ്യിൽ വെക്കട്ടെ. പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ഉള്ളവർ, പൊടിയുടെ അലർജി ഉള്ളവർ വെക്കട്ടെ. അല്ലാതെ അവിടെ ഇവിടെയും പോയി നിൽക്കുമ്പോൾ മാസ്ക് ഇടുന്നത് തന്നെ, അല്ലെങ്കിൽ മാളിൽ വരുമ്പോൾ മാസ്ക് ഇടുന്നത്, തിയേറ്ററിൽ വരുമ്പോൾ മാസ്ക് ഇടുന്നത് എടുത്ത് കളയണം. കാരണം ഈ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നാളെ CCTV ദൃശ്യം നോക്കിയിട്ട് പോലും ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും മാല പൊട്ടിച്ചുകൊണ്ട് പോയാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഈ ചാക്കെന്ന് പറഞ്ഞാൽ ഇത് ആണാണോ പെണ്ണാണോ മനുഷ്യനാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പർദ്ദ ഇടട്ടെ, പർദ്ദ മതപരമായ ആചാരത്തിൻ്റെ ഭാഗമാണെങ്കിൽ അത് ഇടട്ടെ. ശിരോവസ്ത്രം ധരിക്കട്ടെ, തൊട്ടവിടട്ടെ. കണ്ണ് മാത്രം പുറത്ത് കാണിക്കുന്ന ഈ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ദുരുപയോഗത്തിൻ്റെ, എന്തിനാണ് ഇടുന്നത്, തലേന്ന് വരെ ഇങ്ങനെ നടന്നവൾ ഈ ജയിലിൽ പോലീസ് എന്ന് പിടിക്കുമ്പോൾ ഇത് ഇടുക എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മറയ്ക്കാനുള്ള സാധനം തന്നെ ഇതെന്നുള്ളതെന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പ്രൂവ് ചെയ്യപ്പെട്ടു. തീർച്ചയായിട്ടും. അതൊപ്പം ഇനി ഒരു മല്ലാക്കന്മാരും അതും പറഞ്ഞുകൊണ്ട് വരരുത്. കാരണം ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പറയണമല്ലോ. അല്ലെങ്കിൽ അവൾ ഈ വിശുദ്ധ വസ്ത്രമാണെങ്കിൽ ആ ഡ്രസ് കോഡിനെ അവൾ നിന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് ഫത്വ പുറപ്പെടുവിക്കട്ടെ, അവിടെ മതത്തിൽ നിന്ന് പുറത്താക്കട്ടെ. അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഈ വീട് കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞൊരു പരിപാടിക്കാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ടൻ ആ വഴിക്ക് പോയിട്ടുണ്ട്. ഇത് 3 ലക്ഷം രൂപ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ വീട്ടുകാരെ അറിയുന്നവരുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കേണ്ടത് ആ 3 ലക്ഷം രൂപ വേണ്ട. ആ 3 ലക്ഷം രൂപ എന്താ പറയുക, ലൈംഗിക കുറ്റവാളികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരുത്തൻ്റെ, അത് നടി ആക്രമിക്കപ്പെട്ട കേസിലും ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ള പല കേസുകൾക്കകത്തും അവർക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലിനെ പോലെ വൈകുന്നേരം ഇവിടെ ദേശീയ പതാകയുടെ ചിഹ്നമുള്ള കൂട്ടുകൊണ്ട് വന്നിട്ട് മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരുത്തൻ്റെയാണ്. അവൻ ഈ ഫണ്ട് പലരിടത്തും റൈസ് ചെയ്തതാണ്. ആ ഫണ്ട് സ്വീകരിച്ചാൽ അത് ആ ചെറുപ്പക്കാരൻ്റെ ആത്മാവിനോട് ചെയ്യുന്ന അനീതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കുടുംബത്തെ അല്ലാതെ തന്നെ സംരക്ഷിക്കണം. സംസ്ഥാന സർക്കാർ തന്നെ ഒന്നുകിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, അല്ലെങ്കിൽ നാട്ടുകാരുടെ ആ കുടുംബത്തെ സഹായിക്കണം. ആവശ്യമുള്ളവർ തന്നെ. കാരണം ഇവൻ പണിയെടുത്തിട്ടാണ് കുടുംബം ജീവിച്ചത്. പക്ഷേ ഇവന്മാർ കൊണ്ടുപോയി കൊടുത്താൽ 3 ലക്ഷം രൂപ സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ ദുർബല നിമിഷത്തിൽ സ്വീകരിക്കും. ആര് കൊണ്ടുപോയി കൊടുത്താലും സ്വീകരിക്കും. കാരണം അവർക്ക് ഇത് ആരാ വരുന്നത്, എന്താ വരുന്നതെന്നൊന്നും, മകൻ നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുക. അമ്മ ഇത് പിടിച്ചോ, ഇത് കൈ വെക്കെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പം വരുന്ന ഓരോ ചെറുപ്പക്കാരിലും മകൻ്റെ മുഖമായിരിക്കും അവർ കാണുന്നത്. തീർച്ചയായിട്ടും ആ മകൻ്റെ മുഖമായിരിക്കും കാണുന്നത്. അപ്പോൾ സ്നേഹം കൊണ്ട് വരുന്നവരും സ്നേഹത്തിൻ്റെ പേരിൽ ഇവരെ വിറ്റ് ഇമേജ് ഉണ്ടാക്കാൻ വരുന്നത് ആരാണെന്നും തിരിച്ചറിയാൻ പറ്റിയ മാനസികാവസ്ഥയിലാവില്ല അവർ നിൽക്കുന്നത്. സത്യത്തിൽ രാഹുൽ ഈശ്വർ ഇതിൻ്റെ ഇടയിൽ കൂടെ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള പേട്ടൺ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും വെളുപ്പിക്കാനുള്ള ഒരു ശ്രമം, അതായത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന് വരുത്താനും മെൻസ് കമ്മീഷൻ ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് ഉള്ള പോക്കാണ്. ഇതിൻ്റെയൊക്കെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നാളെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ബസ്സിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടാൽ പോലും അത് ആളുകൾ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. കാരണം ഇമാതിരി ഞരമ്പ് രോഗിയായിട്ടുള്ളൊരു പെണ്ണ് കാണിച്ച തോന്നിവാസം കൊണ്ട് യഥാർത്ഥ ഞരമ്പ് രോഗികളായിട്ടുള്ള ആണുങ്ങളും കൂടെ രക്ഷപ്പെടും. ഇപ്പം സവാദിൽ നിരപരാധിയാണെന്ന് പറഞ്ഞില്ലേ പണ്ട്, സവാദ് പക്ഷേ കളിച്ചു തോന്നിയാസമല്ലേ. ഈ ചെറുപ്പക്കാരൻ നിരപരാധിയാണെന്നുള്ള കാര്യത്തിൽ ആ വീഡിയോ കണ്ട ഏതൊരാൾക്കും സംശയമില്ല. ഈ പെണ്ണ് തനി വൃത്തികെട്ടവളാണെന്നുള്ള കാര്യത്തിലും ആർക്കും സംശയമില്ല. കേസിനെ ലഘൂകരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം ഇപ്പോൾ കള്ളനെന്ന് കരുതി ആളുകൾ ഒരാളെ പിടിച്ചു, എന്നിട്ട് പിന്നെ ആൾക്കൂട്ട വിചാരണയൊക്കെ നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വന്നതിൻ്റെ പേരിൽ നാളെ ഒറിജിനൽ കള്ളനെ നമ്മൾ പിടിച്ചിട്ട് പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ
അതും കൂടെ അവനും മറ്റവനെ ചെയ്ത പോലെ നിരപരാധിയാണെന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ളൊരു വാദത്തിലേക്കാണ് ഇത് പോകുന്നത്. ഇതിനെ രണ്ടിനെയും തമ്മിൽ ക്ലബ് ചെയ്യാൻ പാടില്ല. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള വൃത്തികെട്ടവന്മാർ ഈ സമയത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ വേറെ സാധനം ഒളിപ്പിച്ച് കടത്തുകയാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് കണ്ടില്ലേ, ഈ പയ്യൻ നിരപരാധിയാണ്, അവൻ നിരപരാധി ആയതുപോലെ മറ്റൊന്നും നിരപരാധിയാണ്, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതുപോലെയാണ് ബാക്കിയുള്ളവരെ ക്രൂശിച്ചത് എന്ന് പറയുന്ന രീതിയിലുള്ള യഥാർത്ഥ കുറ്റവാളി ക്രൂശിക്കപ്പെടേണ്ടവനാണെങ്കിൽ ക്രൂശിക്കപ്പെടണം. ഏതെങ്കിലും നിരപരാധിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞിട്ട് അവൻ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കുറ്റവാളി അല്ലാതാവുന്നില്ല, നിരപരാധി ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട്. അപ്പം ഇതിനകത്തുള്ള വിഷയം ഏറ്റവും ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്, ഒന്ന് ഈ ചാക്ക് മോഡൽ ഐഡൻറ്റിറ്റി മറയ്ക്കാനുള്ള സാധനം തന്നെയാണ്. അത് കുറ്റവാളികളുടെ മനസ്സുള്ളവരാണ് ബഹുഭൂരിപക്ഷം ഉപയോഗിക്കുന്നത്. അവർക്ക് ദുരുദ്ദേശങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ, അതൊരിക്കൽ കൂടെ പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. രണ്ട്, ഈ പെണ്ണിൻ്റെ പയ്യന്നൂർ യാത്ര എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതും അതിൻ്റെ പിന്നിലുള്ള ലഹരി മരുന്ന് കടത്തുമായിട്ട് ഈ സ്ത്രീക്ക് ബന്ധമുണ്ടോ, ഇവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്, ഇവരുടെ ഭർത്താവിനുള്ള ജോലി എന്താണ്, ആ ജോലിയിൽ കിട്ടുന്ന പരമാവധി ശമ്പളം എന്താണെന്നുള്ളത് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് കൺഫേം ചെയ്യണം. അതിനു പുറമെ നാട്ടിലേക്ക് അയാൾ അയക്കുന്ന പൈസയുടെ കണക്കും ആ ശമ്പളവും തമ്മിൽ അവിടുത്തെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാക്കി ടാലി ആവുന്നുണ്ടോ, ആ റിയാൽ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ടാലി ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതിൽ നിന്ന് ഇവൾക്ക് വരുന്ന യാത്രകളും ബാക്കിയുള്ള ചിലവുകളും എന്തായാലും അവൻ വേണമല്ലോ കൊടുക്കാൻ, തീർച്ചയായിട്ടും അതിനുള്ള എക്സ്പെൻസും കൂടെ കിഴിച്ച് കഴിഞ്ഞിട്ട് ഇത് മൊത്തത്തിൽ ടാലി ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവൾ ഇല്ലീഗലായിട്ടുള്ള പല ആക്ടിവിറ്റീസിനകത്തും ഇടപെടുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ സ്മഗ്ലിംഗ് ഉണ്ടാവാം, അതിൻ്റെ പിന്നിലുള്ള ഞരമ്പ് രോഗം ഉണ്ടാവാം, എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ആരോപണങ്ങൾ വെറും ഒരു വീഡിയോ എടുത്തതിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല, അതിനപ്പുറത്തേക്ക് തുറന്നു കാണിക്കപ്പെടേണ്ട ഒരു ഷിംജിത മുസ്തഫയാണ്. കാരണം ഷിംജിത മുസ്തഫ കാരണം യഥാർത്ഥത്തിൽ ദുരനുഭവങ്ങളുണ്ടാവുന്ന പെൺകുട്ടികൾക്ക് വരെ നാളെ അത് പറയാൻ മടിയായി വരുന്ന അവസ്ഥയെത്തും. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഈശ്വരന്മാരെ പോലെ ഉള്ളവർക്ക് അവർക്ക് സ്വയം വെളുപ്പിച്ചെടുക്കാനും അവർക്ക് കുറ്റവാളികളെ വെളുപ്പിച്ചെടുക്കാനുമുള്ള അവസരം ആയിട്ട് ഇതിനെ വിനിയോഗിക്കുന്നതിനെയും തടയിടണം സംസ്ഥാന സർക്കാർ തന്നെ. അതേപോലെ തന്നെ ആ കുടുംബവുമായി ബന്ധപ്പെട്ടവർ, അടുപ്പമുള്ളവർ, അവൻ്റെ സുഹൃത്തുക്കൾ, അവൻ്റെ സഹപ്രവർത്തകർ, അവൻ്റെ കുടുംബക്കാർ, അവർ ആ അച്ഛനെയും അമ്മയും പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ആ ഫണ്ട് തിരിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് തന്നെ. നിൻ്റെ ഒന്നും പൈസ ഇവിടെ വേണ്ട, പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നിടത്ത് ന്യായീകരിക്കാൻ പോകുന്ന വൃത്തികെട്ടവന്മാരുടെ പൈസ ഇവിടെ വേണ്ട. ഒരു പെൺകുട്ടിയെയും പീഡിപ്പിക്കാൻ പോകാത്ത ഒരു നല്ല ചെറുപ്പക്കാരന് പീഡന വിദഗ്ധന്മാരെ വാദിക്കുന്നവരുടെ പൈസ വേണ്ടെന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളുമാണ് എനിക്കിവിടെ പറയാനുള്ളത്.